Dear students, ഇനി നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് അബൌട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് വേറൊരു പേരാണ് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ്. ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന പേരിലും ഇതറിയപ്പെടും. ഇതിൻ്റെ വേറൊരു പേരാണ് സൂപ്പർവൈസറി ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സിംപ്ലി സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ഇത്തരം പേരുകളൊക്കെ തന്നെ ഈ തലത്തിനുണ്ട്, ഈ ഒരു ഏരിയക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെൻറ്റ് നമ്മളൊരു പിരമിഡ് രീതിയിൽ അസ്യൂം ചെയ്തു. മൊത്തം മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒരു പിരമിഡ് രീതിയിൽ നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിലെ ടോപ്പ്, മിഡിൽ, ലോവർ അല്ലേ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓർ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ്. ഈ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റിലേക്കാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ സങ്കല്പിക്കുക. അതാ ഈ ഒരു ബോക്സ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത ഈ ഒരു ബോക്സ് ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു ബിസിനസ് ആക്ടിവിറ്റി ഓർ എ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുകയാണ്. ഈ ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റീസ് 3 തലങ്ങളിലൂടെയാണ് നടക്കുന്നത്. ടോപ്പിൽ, മിഡിൽ, ദെൻ ലോവർ ലെവൽ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ ടോട്ടൽ ആക്ടിവിറ്റീസുകളൊക്കെ തന്നെ in order to attain the common goal, നമ്മൾ ആക്ച്വലി കോമൺ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസുകളൊക്കെ തന്നെ ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ എയിം പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് ആക്ടിവിറ്റി ബൈ കൺസിഡറിങ് ദ സൊസൈറ്റി അല്ലേ. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണോ ആ ഗോളിലേക്ക് നമുക്ക് എത്തിയിരിക്കണം. ആ ഗോൾ എത്തിപ്പിടിക്കുക എന്നുള്ള എയിമാണ് നമുക്കുള്ളത്, നമ്മുടെ ബിസിനസ് യൂണിറ്റിന് അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിനുള്ളത്. ഓക്കെ, അപ്പം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്ത തൽക്കാലം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ 3 ലെവലുകൾ നിങ്ങളെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് ഓപ്പറേഷണൽ ലെവലിൽ യൂഷ്വലി സൂപ്പർവൈസർ ഉണ്ടാവും, ഓപ്പറേഷൻ ലെവലിൽ സൂപ്പർവൈസർ ഉണ്ടാവും, ഫോർമാൻ ഉണ്ടാവും, പിന്നെ ഇൻസ്പെക്ടേഴ്സുകൾ ഉണ്ടാവും. സൂപ്പർവൈസർ, ഫോർമാൻ, ഇൻസ്പെക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇതാണ് സൂപ്പർവൈസറി ലെവലിൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവലിൽ ഡീൽ ചെയ്യുന്ന ആളുകൾ. ഇതാണ് ഇത്രയും തസ്തികകളാണ് ഉണ്ടാവുക. സൂപ്പർവൈസർ ഉണ്ടാവും, ഫോർമാൻ ഉണ്ടാവും, ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഫോർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫസ്റ്റ് ലൈൻ മാനേജറാണ്. ഫസ്റ്റ് ലൈൻ മാനേജർ ഓർ മിഡിൽ ലൈൻ ലെവൽ മാനേജർ. അതിൻ്റെ പേര് ഒരു മിഡിൽ ലൈൻ ലെവൽ മാനേജർ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ മാനേജർ എന്നാണ്. സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരുടെ കീഴിലാണ് വരുന്നത്? മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ തൊട്ട് താഴെ വരുന്ന, അവർ ഡീൽ ചെയ്യുന്ന ആളുകളാണ്, അവർ നേരിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ആര്? സൂപ്പർവൈസർ. അപ്പോൾ സൂപ്പർവൈസർ ഒരു ഫസ്റ്റ് ലൈൻ മാനേജർ എന്നാണ് പറയാം. ഈ ഫസ്റ്റ് ലൈൻ മാനേജർ ആയിട്ടാണ് ഈ ഒരു ഫാക്ടറി ലെവലിൽ, ഓപ്പറേഷൻ ലെവലിൽ, ഒരു സ്ഥാപനത്തിലെ, ഒരു കമ്പനിയിലെ ഫാക്ടറി ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് സൂപ്പർവൈസറിലൂടെയാണ്. ആര്? മിഡിൽ ലെവൽ മാനേജേഴ്സ്. അപ്പം ഫസ്റ്റ് ലൈൻ മാനേജർ ഓർ മിഡിൽ ലൈൻ മാനേജർ എന്ന് ഇവരെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു തസ്തിക ലോവർ ലെവലിലാണ് വരുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവലിലാണ് വരുന്നത്. ഫോർമാൻ എന്താണ്? ഫോർമാൻ ഈസ് ബേസിക്കലി എൻ ഇൻസ്ട്രക്ടർ. ഫോർമാൻ ഒരു ഇൻസ്ട്രക്ടറാണ് ഹു ഗീവ്സ് ഇൻസ്ട്രക്ഷൻ ടു ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഫോർമാനുള്ളത്. ഓക്കെ, അത് ബേസിക്കലി ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പം ഒരു ലീഡറായിട്ടാണ് ഫോർമാൻ ആക്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫാക്ടറി ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ലീഡ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഫോർമാൻ എന്ന് പറയുന്നത്.
അതാണ് ഫോർമാൻ. അപ്പോൾ ഫോർമാന്, സൂപ്പർവൈസർ, ഇൻസ്പെക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയും ചെക്കിംഗ് ആണ്. കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യുന്നൊരു ഡ്യൂട്ടിയാണ് ഇൻസ്പെക്ടേഴ്സ്. അങ്ങനത്തെ ഒരു തസ്തികയും ഈ ഏരിയയിൽ വരുന്നുണ്ട്. അപ്പം ഇൻസ്പെക്ടേഴ്സ്, ഫോർമാൻ, സൂപ്പർവൈസർ. സൂപ്പർവൈസറുടെ റോൾ എന്താണ്? സൂപ്പർവൈസർ മൊത്തം കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാണ്. ഹി ഈസ് സൂപ്പർവൈസറിങ് ദ ടോട്ടൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ലോവർ ലെവൽ. ലോവർ ലെവലിലെ ഒരു മാനേജറാണ് ആക്ച്വലി ഒരു സൂപ്പർവൈസർ. ഹി ഈസ് എ മാനേജർ, അല്ലേ? കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിവേ സൂപ്പർവൈസർ ഉണ്ട്, ഫോർമാൻ ഉണ്ട്, ഇൻസ്പെക്ടേഴ്സ് ഒക്കെയാണ് ഈ ഒരു ലെവലിൽ വരുന്ന തസ്തികകൾ, പൊസിഷൻസുകൾ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒരു പിരമിഡ് രീതിയിൽ ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോവർ ഓർ സൂപ്പർവൈസറി ലെവൽ, ഇതാണ് താഴെ വരുന്ന ഭാഗം, അല്ലേ? ടോപ്പിൽ, മിഡിൽ, ലോവർ. അപ്പോൾ ലോവർ ഓർ സൂപ്പർവൈസറി ലെവൽ ഈ ഒരു ഏരിയയിലാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ലോവർ ലെവൽ. ലോവർ ലെവലിൻ്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? മെയിൻ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് ലോവർ ലെവലിൻ്റെ? ഓക്കെ, ദേ ഇൻറ്ററാക്ട് വിത്ത് ആക്ച്വൽ വർക്ക് ഫോഴ്സ്. ലോവർ ലെവലിൻ്റെ ഒരു ഫങ്ഷനാണ് യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ വർക്ക് ഫോഴ്സുമായിട്ട് ഡീല് ചെയ്യുന്ന പീപ്പിളാണ് എന്തിലുള്ളത്? ലോവർ ലെവലിലുള്ളത്. ദേ ഇൻറ്ററാക്ട് വിത്ത് ആക്ച്വൽ വർക്ക് ഫോഴ്സ്. ആക്ച്വൽ വർക്ക് ഫോഴ്സ് ആയിട്ട് അവർ ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് ഫങ്ഷൻ അതാണ്. ദെൻ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ടും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഞാനിവിടെ കൊടുത്തത് ക്വാളിറ്റി മാത്രമാണ്, അതിൽ ക്വാണ്ടിറ്റിയും കൂടിയുണ്ട്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എൻഷുർ ചെയ്യുന്ന വിഭാഗമാണ് ആര്? ലോവർ ലെവൽ. ലോവർ ലെവലിലെ പൊസിഷൻസിലുള്ള ആളുകളാണ് ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എത്ര, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം, ഈ തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ ശ്രദ്ധിക്കുകയാണ്, എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്താണ്. അപ്പം ആക്ച്വൽ വർക്ക് ഫോഴ്സുമായിട്ട് ഡീല് ചെയ്യുന്നു, പിന്നെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നു. ദേ റെപ്രസെൻറ്റ് ദ വർക്കേഴ്സ് ഗ്രീവൻസസ്. വർക്കറുടെ ഗ്രീവൻസസ് ഒക്കെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്, വർക്കേഴ്സ് ഗ്രീവൻസസ്. അപ്പം ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിലാണെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ, കുട്ടികളുടെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഫസ്റ്റ് നമ്മളെ ക്ലാസ് ടീച്ചറെയാണ്, അല്ലേ? അങ്ങനെ ക്ലാസ് ടീച്ചർ വശം ഇൻ കേസ് ഉയർന്ന തലത്തിലേക്ക്, പ്രിൻസിപ്പൽ തലത്തിലേക്കൊക്കെ തന്നെ അത് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊക്കെ തന്നെ കൊടുക്കുക ക്ലാസ് ടീച്ചേഴ്സിനാണ്, അല്ലേ? അതേപോലെ അവരുടെ ഗ്രീവൻസസ്, അവരുടെ ദുഃഖങ്ങൾ, ഇതൊക്കെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വിഭാഗം. അവർ റെപ്രസെൻ്റ് ചെയ്യുന്നു, വർക്കേഴ്സിൻ്റെ ഗ്രീവൻസസ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആരിലൂടെ? ഈ ഒരു ലോവർ ലെവൽ പീപ്പിൾ, അതായത് സൂപ്പർവൈസറിലൂടെയാണ് അല്ലെങ്കിൽ അവരുടെ ഫോർമാനിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ കാര്യങ്ങൾ പറയുന്നത്. ദെൻ ദേ അസിസ്റ്റ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ വല്ലാണ്ട് അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക. ഇൻ സെലക്ഷൻ, അല്ലേ? ഒരു വർക്കിനെ സെലക്ട് ചെയ്യുക, ഒരു വർക്കേഴ്സിനെ സെലക്ട് ചെയ്യാനും ഒരു വർക്കർക്ക് സെലക്ട് ചെയ്ത വർക്കർക്ക് ഒരു ട്രെയിനിങ് നൽകാനും, ട്രെയിനിങ് നൽകിയിട്ട് അവർക്കൊരു പ്ലേസ്മെൻറ്റ്, ഈ ഒരു രീതിയൊക്കെ തന്നെ ഇതിനൊക്കെ തന്നെ സഹായകമാകുന്ന ഒരു സെഗ്മെൻ്റാണ്, ഒരു ഫങ്ഷൻ ഏരിയയാണ് ആക്ച്വലി ലോവർ ലെവൽ. ദേ വെൽക്കം സജഷൻസ് ഫ്രം വർക്കേഴ്സ്. ഇവർ വർക്കേഴ്സിൻ്റെ സജഷൻസുകളൊക്കെ തന്നെ, ഫോർമാൻ ആവട്ടെ, സൂപ്പർവൈസർ ആവട്ടെ, അല്ലെങ്കിൽ ഇൻസ്പെക്ടേഴ്സ് ഒക്കെ ആവട്ടെ, വർക്കേഴ്സിൻ്റെ സജഷൻസുകളൊക്കെ തന്നെ അവർ മൈൻഡ് ചെയ്യുന്നു. വർക്കേഴ്സിൻ്റെ സജഷൻസ് അവർ ഒരു ഇമ്പോർട്ടൻസ്, അതിനൊരു പ്രാധാന്യം. അപ്പം നല്ല സജഷൻസുകളൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം സജഷൻസുകളൊക്കെ തന്നെ മിഡിൽ ലെവലിലും ടോപ്പ് ലെവലിലും എത്തിക്കാനുള്ള ആ ഒരു ഡ്യൂട്ടി ആര് നിറവേറ്റും? ഈ സൂപ്പർവൈസറിലൂടെ മിഡിൽ ലെവൽ മാനേജേഴ്സിലൂടെ എത്തും,
മിഡിൽ ലെവൽ മാനേജേഴ്സ് വഴി ടോപ്പ് ലെവൽ മാനേജേഴ്സിലേക്ക്, അങ്ങനെ ആ ഒരു തലത്തിലൂടെ, ആ ഒരു ചാനലിലൂടെ അത് നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ദ ബൂസ്റ്റ് മൊറേൽ ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ വാല്യൂസുകളൊക്കെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വർക്കേഴ്സിൻ്റെ ഇടയിൽ നല്ല വാല്യൂസുകൾ ഉണ്ടാവണം. അവർ വെറുതെ നിൽക്കാൻ പാടില്ല, ഐഡിയൽ ടൈംസുകൾ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വർക്കിംഗ് ഏരിയയിൽ ഉണ്ടാവണം, ഫാക്ടറി ഏരിയയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫ്ലോർ ഏരിയയിൽ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ തന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയും ഇത്തരം പൊസിഷൻസുകളൊക്കെയാണ്, അതായത് ലോവർ ലെവൽ പൊസിഷൻസുകളൊക്കെയാണ്. ദേ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദേ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് ദ വർക്കേഴ്സ്. ഓക്കെ, ഇനി ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു, ഫസ്റ്റ് ക്ലാസ്സിൽ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ? ഒന്നുകൂടി ഞാൻ പറയാണ്. ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. അപ്പോൾ ഹെൻറി ഫെയോളിൻ്റെ വൺ ഓഫ് ദ ഡെഫിനിഷനാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച്, അല്ലേ? മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യാണ്, കമാൻഡ് ചെയ്യാണ്, കോർഡിനേറ്റ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്. കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നു, കണക്ക് കൂട്ടുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്തതിനനുസരിച്ച് ഒരു ഓർഗനൈസിങ്, ഒരു സംഘടിപ്പിക്കൽ നടത്തുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ തന്നെ കമാൻഡ് ചെയ്യുന്നു, എന്നിട്ട് വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ നടന്ന വർക്കിനെ കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് ഹെൻറി ഫെയോള് മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചത്. ഹെൻറി ഫെയോളിൻ്റെ വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഡെഫിനിഷൻ. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഗുഡ് ഡെഫിനിഷൻ. മാനേജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആണ്. വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? ഈ ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ്, ടോട്ടൽ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാനിംഗ് ആയിട്ടും, പ്ലാനിങ് കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് ആയിട്ടും, ഓർഗനൈസിംഗ് കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് ആയിട്ടും, സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് ആയിട്ടും, ആൻഡ് അവസാനമായിട്ട് കൺട്രോളിംഗ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പ്ലാനിങ്, ദെൻ ഓർഗനൈസിംഗ്, ദെൻ സ്റ്റാഫിംഗ്, ദെൻ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പോൾ 5 സ്റ്റെപ്പുകൾ അടങ്ങിയതാണ്, 5 മേജർ ഫങ്ഷൻസുകൾ അടങ്ങിയതാണ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി, അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. എന്താണ് പ്ലാനിങ്, എന്താണ് ഓർഗനൈസിങ്, എന്താണ് സ്റ്റാഫിംഗ്, എന്താണ് ഡയറക്റ്റിംഗ്, എന്താണ് കൺട്രോളിങ്, ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ, അടുത്ത തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് പോകും, അല്ലേ? അപ്പോൾ ഇതിപ്പം മാനേജ്മെൻറ്റ് എന്താ എന്നുള്ളത് ഒന്നും കൂടി ഞാനൊരു ചെറിയ രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ കാരണം ഈ 3 ലെവലിൽ ഈ ഫങ്ഷൻസുകൾ എങ്ങനെ വരും എന്നുകൂടി നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ദ ഇൻറ്റൻസിറ്റി ഓഫ് മാനേജ്മെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ, ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫങ്ഷൻസിനെ നിങ്ങൾക്കിപ്പം പറഞ്ഞു തന്നത്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ പ്ലാനിംഗ് ആണ്, രണ്ടാമത്തെ ഫങ്ഷൻ ഓർഗനൈസിംഗ് ആണ്, മൂന്നാമത്തത് സ്റ്റാഫിംഗ് ആണ്, ഫോർത്ത് വൺ ഡയറക്റ്റിംഗ്, നാലാമത്തെ ഫങ്ഷൻ കൺട്രോളിംഗ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പോൾ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, അല്ലേ? അപ്പം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് മാനേജ്മെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. അപ്പോൾ മാനേജ്മെൻറ്റ് ലെവൽസുകൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറയുകയാണ്. മാനേജ്മെൻറ്റ് ലെവൽ, ഈ ആരോ ശ്രദ്ധിക്ക്. മാനേജ്മെൻറ്റ് ലെവൽ, ദിസ് ആരോ ഇൻഡിക്കേറ്റ്സ് ദ ടോപ്പ് ലെവൽ. This arrow indicates middle level. Second one, middle level. And third one, lower level. അപ്പോൾ 3 ലെവലുകൾ മാനേജ്മെൻറ്റ് ലെവൽ, ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അല്ലേ? പ്ലാനിംഗ് ഫങ്ഷൻസ് ടോപ്പ് ലെവലിൽ വരുന്നു. പ്ലാനിംഗ് ഫങ്ഷൻസ് ടോപ്പ് ലെവൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഫങ്ഷൻസ്, ഓർഗനൈസിങ് ഫങ്ഷൻസ് വരുന്നത് ഏതിലാണ്? ടോപ്പ് ലെവൽ തന്നെയാണ്. സ്റ്റാഫിംഗ് ഫങ്ഷൻ്റെ കുറച്ച് ഭാഗം മിഡിൽ ലെവലുണ്ട്, കുറച്ച് ഭാഗം സ്റ്റാഫിംഗ് ഫങ്ഷൻ്റെ കുറച്ച് ഭാഗം
മിഡിൽ ലെവലിൽ ആണ്. മിഡിൽ ലെവലിൽ തന്നെ കുറച്ച് ഭാഗം 2 ഭാഗമായിട്ട് അവിടെ മാറ്റുന്നുണ്ട്. മൂന്നാമത്തെ ലെവല് ലോവർ ലെവലിൻ്റെ നേരെ നോക്കുക, ലാസ്റ്റിൽ പോണ കൺട്രോളിങ്, പിന്നെ ലോവർ ലെവലിൻ്റെ നേരെ, പിന്നെ മിഡിൽ ലെവലിൻ്റെ നേരെ നോക്കുക, കുറച്ച് ഭാഗം സ്റ്റാഫിംഗ് ആണ്, കുറച്ച് ഭാഗം ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഈ 2ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ടോട്ടൽ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീനെ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു. ഒന്ന് പ്ലാനിങ് ഫങ്ഷൻ, ആ റെഡിൽ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്താണ്. ഒന്ന് പ്ലാനിങ് ഫങ്ഷൻ, രണ്ടാമത്തെ സൈഡ് ഡൂയിങ് ഫങ്ഷനാണ്. അപ്പോൾ ഒരു പ്ലാനിങ് ഫങ്ഷനും ഡൂയിങ് ഫങ്ഷനും അടങ്ങിയതാണ് എന്ത്? മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. പ്ലാനിങ് ഫങ്ഷനും ഡൂയിങ് ഫങ്ഷനും. പ്ലാനിങ് ഫങ്ഷനും അപ്പം പ്ലാൻ ചെയ്യുക, പോളിസികൾ സെറ്റ് ചെയ്യുക, ഓക്കെ, ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സ്ഥാപനത്തിൻ്റെ പ്ലാൻ, സ്ഥാപനത്തിൻ്റെ പോളിസി, സ്ഥാപനത്തിൻ്റെ സ്ട്രാറ്റജി, ഇതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഇതൊക്കെ തന്നെ വരുന്നത് ടോപ്പ് ലെവലിലാണ്. മിഡിൽ ലെവലിൽ വരുന്നതാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ. മിഡിൽ ലെവലിൽ തന്നെ പ്ലാനിംഗ് ഫങ്ഷൻ, മിഡിൽ ലെവലിൽ കുറച്ച് ഭാഗം സ്റ്റാഫിങ്ങിൻ്റെ കുറച്ച് പ്ലാനിംഗ് ഫങ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡൂയിങ് ഫങ്ഷൻസ് ആര് ചെയ്യുന്നുണ്ട്? സ്റ്റാഫിങ്ങിൻ്റെ കുറച്ച് ഡൂയിങ് ഫങ്ഷൻസും മിഡിൽ ലെവലിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡയറക്റ്റിംഗ് ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. ആ ഏരിയ ശരിക്കും ഡോട്ടഡ് ലൈനൊക്കെ ശ്രദ്ധിക്കുക. ഡയറക്റ്റിംഗ് ഫങ്ഷൻ, അത്രയും ഭാഗമുള്ള ഡയറക്റ്റിംഗ് ഫങ്ഷൻസുകളൊക്കെ തന്നെതാ ഇവിടെ കാണിക്കുക. ഇത്രയും ഭാഗമുള്ള ഡയറക്റ്റിംഗ് ഫങ്ഷൻസുകളൊക്കെ തന്നെതാ ഈ ഏരിയ ഒക്കെ തന്നെ മിഡിൽ ലെവൽ മാനേജർ ചെയ്യുകയാണ്. അപ്പം പ്ലാനിങ്, പിന്നെ മിഡിൽ ലെവൽ മാനേജേഴ്സ് സ്റ്റാഫിങ്ങിൻ്റെതാ ഈ ഏരിയ സ്റ്റാഫിംഗ് ഫങ്ഷൻ, ഓക്കെ. അപ്പോൾ ഇതും സ്റ്റാഫിംഗ് ഫങ്ഷനെ 2ആയിട്ടിതാ ഈ ഏരിയ, ഇതൊരു ബോക്സാക്കി, സ്റ്റാഫിംഗ് ഫങ്ഷൻ ഒരു ബോക്സാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് പ്ലാനിങ്ങിലും ഒരു സൈഡ് ഡൂയിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലാനിങ് ആൻഡ് ഡൂയിങ് ഫങ്ഷൻ മിഡിൽ ലെവൽ ചെയ്യുന്നുണ്ട്. ദെൻ ഡയറക്റ്റിംഗ് ഫങ്ഷൻസിന് മിഡിൽ ലെവലിൽ ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഇത്ര ഭാഗം ഡയറക്റ്റിംഗ് ഫങ്ഷൻ വരുന്നുണ്ട് അല്ലേ. ഈ ഭാഗം പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഈ ഭാഗം ഇത്രയും ഭാഗം മൗസ് പോയിൻ്റർ വെച്ച് ഞാൻ ശ്രദ്ധിക്കുന്ന നോക്കങ്ങൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഡയറക്റ്റിംഗ് ഫങ്ഷൻ ചെയ്യുന്നത് മിഡിൽ ലെവലിലാണ്. ദെൻ തേർഡ് ലെയർ ആയിട്ടുള്ള കൺട്രോളിങ്, മൊത്തം കൺട്രോളിങ് ഫങ്ഷൻസുകളൊക്കെ തന്നെ ഈ ഓപ്പറേഷണൽ ലെവലിലാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യും. വി ക്യാൻ കൺക്ലൂഡ്. കുട്ടികൾ ശ്രദ്ധിക്കുക, കൺക്ലൂഡ് ചെയ്യാൻ എല്ലാ സംഗതിയും ഞാൻ ഇതിൽ എഴുതുന്നില്ല. ചില സംഗതികളൊക്കെ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ പറയുന്ന സംഗതികളൊക്കെ തന്നെ എഴുതി കാണിക്കുമ്പോൾ ഒരു വിരസത വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ചില പോയിന്റ്സുകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് എ 3-tier ആക്ടിവിറ്റി. ഒരു 3-tier ആക്ടിവിറ്റി ആയിട്ട് മാനേജ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാം. ടോപ്പ് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ ഡിറ്റർമിനേഷൻ, ടോപ്പ് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ പ്ലാനിംഗ് ഫങ്ഷൻ, ഓക്കെ. Planning functions like objectives, determination of objectives, determination of policies. Middle level management attempts to achieve these objectives. അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് അറ്റംപ്റ്റ്സ്, ഒരു പരിശ്രമം നടത്തുകയാണ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് ആരുടെ സഹായത്താലാണ്? മൂന്നാമത്തത് ലോവർ ലെവൽ പീപ്പിൾ ഓർ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് സഹായത്തോടു കൂടി അവരത് അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ 3-tier ആക്ടിവിറ്റി ആൻഡ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. മിഡിൽ മാനേജ്മെൻറ്റ് അറ്റംപ്റ്റ്സ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ് ത്രൂ ദ എഫേർട്സ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്, ബോട്ടം താഴെ കാണിക്കുന്ന മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ആരോ മാർക്ക് നോക്കങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ തുടർച്ച